നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. തെക്കൻ ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യത. ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ റെഡ് അലർട്ട്. തിരുവനന്തപുരം ചാക്കയിൽ വെള്ളക്കെട്ടിൽ വീണ് ഒരു മരണം. ഇടുക്കിയിൽ രാത്രി യാത്രാ നിരോധനം. മലയോര മേഖലകളിൽ മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. യുവാവിന്റെ ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ. കുടുംബത്തിന് തെറ്റിദ്ധാരണ ഉണ്ടായെന്ന് വിശദീകരണം. അജിത്തിന്റെ പരാതിയിൽ കേസെടുത്തു. 4 വയസ്സുകാരിക്ക് അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തതിൽ വീഴ്ചയെന്ന് പോലീസ് റിപ്പോർട്ട്. അവയവക്കടത്ത് സംഘത്തിലെ മുഖ്യകണ്ണി കൊച്ചിയിൽ പിടിയിൽ. അറസ്റ്റിലായത് തൃശൂർ വലപ്പാട് സ്വദേശി സാബിത് നാസർ. അവയവക്കടത്തിന് ആളെ കൊണ്ടുപോയത് ഇറാനിലേക്ക്. പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ പ്രതി രാഹുലിന്റെ കാർ കസ്റ്റഡിയിലെടുത്തു. കാറിൽ രക്തക്കറ കണ്ടെത്തിയെന്ന് പോലീസ്. രാഹുലിനെ രാജ്യം വിടാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ശരത് ലാലിന് സസ്പെൻഷൻ. കൊലപാതക കുറ്റം ചുമത്താനുള്ള നീക്കം രാഹുലിനെ അറിയിച്ചത് ശരത് ലാൽ. ഈ പിടുത്തം മൂലം എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്ന് തിരിച്ചിറക്കിയ യാത്രക്കാർ കൊച്ചിയിലെത്തി. പ്രത്യേക വിമാനമൊരുക്കിയത് 10 മണിക്കൂർ നീണ്ട പ്രതിസന്ധിക്കൊടുവിൽ. ബംഗളൂരുവിൽ നിന്നെത്തിയത് 121 യാത്രക്കാർ. ബാക്കിയുള്ളവരെ രാത്രി എത്തിക്കും. IPL-ൽ ഇന്ന് കരുത്തരുടെ പോരാട്ടം. രാജസ്ഥാൻ റോയൽസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഏറ്റുമുട്ടും. മത്സരം രാത്രി 7:30 ഗുവാഹത്തിയിൽ. വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരാൻ സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ അടുത്ത 3